സ്വാതി തിരുനാളിൻ്റെ അമ്മയായിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായി 1815 മരണപ്പെട്ടു. അതിനുശേഷമാണ് അവരുടെ സഹോദരി റാണി പാർവതിബായി തിരുവിതാംകൂറിൻ്റെ രണ്ടാമത്തെ വനിതാ ഭരണാധികാരിയും അതുപോലെ തന്നെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻ്റായും ഭരണം ഏറ്റെടുക്കുന്നത്. 1815 മുതൽ 1829 വരെയാണ് കാലഘട്ടം. ഇനി സർക്കാർ ഉടമസ്ഥതയിൽ പൊതുവിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി പാർവതിബായി. ഈ റാണി പാർവതിബായി മായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, വിവേചനമോ പിന്നോക്ക അവസ്ഥയോ പരിഗണിക്കാതെ എല്ലാവർക്കും സർക്കാർ ചെലവിൽ സൗജന്യ വിദ്യാഭ്യാസം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ട തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. സൗജന്യ വിദ്യാഭ്യാസമാണ് എല്ലാവർക്കും. അതാണ് റാണി പാർവതിബായി ആണ് ഉത്തരവിട്ടത്. ഈ ഉത്തരവിനെയാണ് 1817 ജൂൺ 17 ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. 1817 ജൂൺ 17 ഇത് തിരുവിതാംകൂറിൻ്റെ വിദ്യാഭ്യാസ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ സഹായിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന മൺട്രോയാണ്. അടുത്തത്, ചരക്ക് നീക്കത്തിനായിട്ട് കഠിനംകുളം കായലിനെയും വേളിക്കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പാർവതി പുത്തനാർ പണിതതും ഈ റാണി പാർവതിബായി ആണ്. പിന്നീട് 1816 നാഗർകോവിൽ കേന്ദ്രമാക്കി ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന ക്രൈസ്തവ മിഷണറി സംഘത്തിന് പ്രവർത്തന അനുവാദം നൽകിയതും ഈ റാണി പാർവതിബായി തന്നെയാണ്. 1816 LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി, CMS എന്ന് പറയുന്നത് ചർച്ച് മിഷൻ സൊസൈറ്റി, BEMS ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി. ഇതിൽ തിരുവിതാംകൂറിൽ മാത്രം പ്രവർത്തനം ഉണ്ടായിരുന്ന ക്രൈസ്തവ മിഷണറി സംഘമാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. എന്നാൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും സജീവമായിരുന്ന ക്രൈസ്തവ മിഷൻ സംഘമാണ് ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. എന്നാൽ മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘമാണ് ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്നത്. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.